ആ ഫ്രണ്ട്സ്, റെഡിച്ചിലെ മറ്റൊരു മനോഹരമായ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ റോഡ്സ്ലി അബി എന്ന് പറയുന്ന ഒരു സന്യാസി സമൂഹം ജീവിച്ചിരുന്ന പ്ലേസായിരുന്നു. ആ പ്ലേസിലോട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് പോയാലോ? മനോഹരമായ ആ 1138 പണിത ആ ഹിസ്റ്റോറിക്കൽ പ്ലേസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. റെഡിച്ചിൽ നിന്ന് ടൗൺ സെൻറ്ററിൽ നിന്ന് ഒരു 3 മൈൽ യാത്ര ചെയ്താൽ കാണാവുന്ന തൊട്ടടുത്ത ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് ഈ റോഡ്സ്ലി അബി എന്ന് പറയുന്ന സ്ഥലം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നീഡിൽ മ്യൂസിയം ആയിരുന്നു റെഡിച്ചിലുള്ള. പക്ഷേ കോവിഡൊക്കെ കാരണം ലോക്ക്ഡൗൺ ആയി കിടക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് റോഡ്സ്ലി അബി. അതുമില്ല, ഗേറ്റൊക്കെ തുറന്ന് ഞാൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. കുറച്ച് പിള്ളേർ ആ ഹിസ്റ്റോറിക്കൽ പ്ലേസിലിരുന്ന് കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ക്വയറ്റായിട്ടൊരു പ്ലേസാണ്. എനിക്കൊന്നത് ഇരിപ്പിടാന്ന് തോന്നുന്നോട്ട് അന്നത്തെ കാലത്ത്. ആയിരത്തി 1138 പണിത ഒരു സന്യാസി മഠമാണ് പോയി കാണുന്നതല്ല. ഇത് 1864 ഇത് നമുക്ക് കണ്ടെത്തുന്നുണ്ടോ. ഇത് ഭൂമിക്കടി കിടക്കുകയായിരുന്നു. ഇതൊരു പ്രഭുവിൻ്റെ കുഴിമാടമായിരുന്നു ഈ കാണുന്നതെല്ലാം.
ഇത് മറ്റൊരു കുഴിമാടം ഉണ്ടോ ഈ കാണുന്നതല്ല. ഇതൊരു ചതുപ്പ് നില ഓർന്നു. ഇതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് വലിയ വലിയ വുഡുകളിട്ട് വെള്ളമെല്ലാം തൊട്ടപ്പുറത്തൊരു ലേക്ക് ഉണ്ട്, അതിലോട്ട് ഒഴുക്കി കളഞ്ഞിട്ടാണ് ഇവർ ഈ ബിൽഡിങ് പണിതത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് ഇവർ പണിതത് തന്നെ. ഇപ്പോൾ റെഡിച്ചിൽ ഇത്രയും ഹിസ്റ്റോറിക്കലായ പ്ലേസ് അധികം പേര് സന്ദർശിച്ച് കാണുകയില്ലെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പോസ്റ്റ് കോഡ് ഞാൻ കൊടുത്തേക്കാം. മലയാളികൾ ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യേണ്ട ഒരു മനോഹരമായ സ്ഥലമാണ്. കോവിഡ് കാരണം മ്യൂസിയം ലോക്കാക്കിയിരിക്കുകയാണ്. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചരിത്രമായ സ്ഥലത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആ പഴയ കാലങ്ങളെ പറ്റിയാണ് ഒരു വിചാരം. 1532 ഇത് അവസാനത്തെ സന്യാസിമാർ ലാസ്റ്റ് ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. 1864 ഇത് ഭൂമിക്കടിയിലായിരുന്നു. ഇത് ഖനനം ചെയ്തവരെയും ഇത് ഇങ്ങനത്തൊരു ആശ്രമം ഇവിടെ ഉള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു. അന്നത്തെ ഇരിക്കുന്ന കസേര പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് അന്നത്തെ ബിൽഡിങ്ങിൻ്റെ തൂണുകളുടെ അവശിഷ്ടങ്ങളാണ് തോന്നുന്നത്. അന്നത്തെ ടൈലൊക്കെ നോക്കിയേ, അന്നും ഉണ്ടായിട്ടോ ടൈലും കാര്യങ്ങളൊക്കെ. എന്തോ ഡിസൈനിങ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അന്നത്തെ എനിക്ക് തോന്നുന്നു ഇത് അൾത്താര വല്ല കഴിക്കും. സ്റ്റെപ്പ് നോക്കിയേ, എനിക്ക് തോന്നുന്നത് സ്റ്റെപ്പാണ് തോന്നുന്നത് കേട്ടോ. സ്ട്രോങ് ആണ് കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഒത്തിരി ബിൽഡിങ്സ് ആശ്രമം ഉണ്ടായി തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ കൽപ്പടകളും ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. വളരെ വലുതായിരുന്നു തോന്നണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാ സാറ്റർഡേയും എത്തുന്നതായിരിക്കും.